സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഹെഡിങ് ഉന്നതമായിട്ടുള്ള ധാത്തുക്കളെ നിഷേധിക്കുന്ന പൈശാചികർ എന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലുള്ള സൂഫികൾ എന്ന് പറയുന്ന സൂഫികളല്ലാത്ത സൂഫികൾ ഇമാം മഹദി ഇല്ല, ഇമാം മഹദി ഒന്നും വരാനില്ല, എല്ലാം ഉള്ളിലാണ്, മഹദിയും ഉള്ളിലാണ് എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും വിവരമില്ലായ്മയിൽ നിൽക്കുമ്പോൾ പലവർക്കും അത് വളരെ മനോഹരമായിട്ടൊക്കെ തോന്നാം ഈ വാക്ക്. എന്നാൽ അത് വളരെ വിഡ്ഢിത്തവും പൈശാചികവുമാണ് എന്നുള്ളതാണ് യഥാർത്ഥം. മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ആമുഖമായിട്ട് വീണ്ടും പറഞ്ഞാൽ, ഈ ലോകത്ത് ഒരു സിസ്റ്റം ഉണ്ട്. ഈ ഭൂമിയിൽ തന്നെ ഏതൊരാൾക്കും, അല്പം ബുദ്ധിയുള്ള ഏതൊരാൾക്കും നോക്കിയാൽ കാണാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ലോകത്ത് ഭൗതികമായിട്ടുള്ള ഒരു വിപ്ലവങ്ങൾ സംഭവിക്കുന്നത് തന്നെ പതിറ്റാണ്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്കിടയിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്, ഒരു മനുഷ്യൻ വരുമ്പോഴാണ്. തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ആത്മീയതയിലും. അതിനും അപ്പുറമാണല്ലോ ആത്മീയത. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആത്മീയതയിലും അങ്ങനെ തന്നെയാണ്. മഹത്തുക്കളും ആദം മുതൽ പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് ആയിക്കൊണ്ട് മുഹമ്മദ് നബിയിൽ അത് എത്തി നിന്നിട്ടുണ്ട്. നമുക്കറിയാം, ലോകത്ത് ഒരേ ഒരു യേശുവേ ഉള്ളൂ, ഒരേ ഒരു യേശുക്രിസ്തുവേ ഉള്ളൂ. എല്ലാവരും യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അതുപോലെ തന്നെ ലോകത്ത് ഒരേ ഒരു മുഹമ്മദ് നബിയെ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ എക്കാലത്തും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. യേശുക്രിസ്തു വന്നപ്പോഴും യേശുവൊക്കെ ഉള്ളിലാണ്, ക്രിസ്തുവൊക്കെ ഉള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാദാത്ത് ഉന്നതമായിട്ടുള്ള സ്നേഹത്തിന്റെ ഗോളം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരെ നിഷേധിക്കാൻ വേണ്ടി എല്ലാം ഉള്ളിലാണെന്ന് പറഞ്ഞവരുണ്ടായിട്ടുണ്ട്. കാരണം ഇവരെ അംഗീകരിക്കാൻ കഴിയില്ല. ഇവരെന്നെ ഗുരു ചമഞ്ഞിരിക്കുകയാണ്. ഇവർക്ക് ഈ ആൾക്കൂട്ടം വേണം, ആൾവലയം വേണം, ഇവരെന്നെ ഗുരു ചമഞ്ഞിരിക്കണം. അപ്പൊ ഇങ്ങനെ മുഹമ്മദ് നബി വന്നപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞവരുണ്ടായിട്ടുണ്ടാവും. മുഹമ്മദ് നബി ഒന്നില്ല, അതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്ന് പറഞ്ഞവർ. എന്നാൽ ഇവരുടെ ഉള്ളിൽ എന്താണുള്ളത്? ഇവരുടെ ഉള്ളിൽ പിശാചല്ലാതെ ഒന്നുമല്ല ഉള്ളത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെ എത്തരത്തിലുള്ള തരക്കാരൊക്കെ ഇവരിലുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. അവസാന കാലത്ത് എല്ലാ മഹത്തുക്കളും എല്ലാവരും സൂചന നൽകിയ കാര്യമാണ്. അവസാന കാലത്ത് എല്ലാം ഇരുട്ടാകുമ്പോൾ, അതായത് യഥാർത്ഥ ഇരുട്ട് എന്ന് പറഞ്ഞാൽ ആത്മീയ ഇരുട്ടാണ്. ആത്മീയമായിട്ട് ഇരുട്ടാകുമ്പോൾ ഒരു മഹാ അവതാരം അവതരിക്കുമെന്ന് കൽക്കി ഭഗവാൻ എന്നും മഹദി എന്നും പറയുന്നു. തീർച്ചയായിട്ടും ആ ഉന്നതമായ സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഗോളം ഭൂമിയിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ദാത്തിലേക്ക് എല്ലാവരും, ലോകത്ത് സ്നേഹം അല്പം ബാക്കിയുള്ള, അല്പം വെളിച്ചം, ദൈവിക വെളിച്ചം ബാക്കിയുള്ളവരൊക്കെ അവിടേക്ക് ആകർഷിക്കും. എന്നാൽ ദൈവിക വെളിച്ചത്തിന്റെ അംശം പോലും ബാക്കിയില്ലാതെ, എന്നാൽ ഗുരു ചമഞ്ഞിരിക്കുന്ന പൈശാചികർ പറയുന്ന ഒരു വാദമാണ്, ലോകത്ത് ഇമാം മഹദി ഒന്നുമില്ല, ഇമാം മഹദി ഇല്ല, മുഹമ്മദ് നബി ഇല്ല, യേശു ഇല്ല, എല്ലാം ഉള്ളിലാണ്. എന്നാൽ ചിലര് കഴിഞ്ഞു പോയ കാരണത്താൽ യേശുവൊക്കെ വന്നിട്ടുണ്ട്, മുഹമ്മദ് നബിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് അംഗീകരിക്കാറുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ നിഷേധിക്കൽ ഭൂമിയിൽ ഇറങ്ങി വരുന്ന ദാത്തിനെയാണ്. ഭൂമിയിൽ നിന്ന് അവർ മറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും, എന്നാൽ ഇവരുണ്ട്. ഇവർ കാതിരി എന്ന് പറഞ്ഞും ജിസ്തി എന്ന് പറഞ്ഞും ഷാളിട്ടും പേരിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വാലുകളും ഷാവയും ഒക്കെ ചേർത്ത് ഇവര് ഗുരു ചമഞ്ഞിരിക്കുന്നുണ്ട്. ഇവർക്ക് ചുറ്റും ശിഷ്യന്മാരുണ്ട്. ഇവരെന്തിനാ ഉള്ളത്? എല്ലാം ഉള്ളിലല്ലേ, ഇവരെന്തിനാ ഉള്ളത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്കുള്ളിൽ പിശാചാണുള്ളത്. സുഹൃത്തുക്കളെ, എപ്പോഴാണ് ഇമാം മഹദി വരല്? സത്യന്വേഷികളോടാണ് സംസാരിക്കുന്നത്. ഇവരുടെ വലയിലൊന്നും പെടരുത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അത് മറയായി നിൽക്കുന്നവർ ആ മറ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴാണ് മഹദി വരല്? ദിക്ർ ഇല്ലാതാകുമ്പോഴാണ്. ദിക്ർ ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഈ ഗുരു ചമഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ശ്വാസത്തിൽ ദിക്ർ കൊടുക്കുന്നുണ്ട്, അൻഫാസ് ദിക്ർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ദിക്ർ മജ്ലിസ് മതസംഘടനകൾ മേള പോലെ നടത്തുന്നുണ്ട്. നാമങ്ങളൊക്കെ അവിടെ ചെല്ലുന്നുണ്ട്, ജപിക്കുന്നുണ്ട്. പക്ഷെ ദിക്ർ എവിടെ നിന്നാണ് ഇല്ലാതായത്? ഹൃദയത്തിൽ നിന്നാണ് ഇല്ലാതായത്. കൽബിൽ നിന്നാണ് ദിക്ർ ഇല്ലാതായത്. കൽബിൽ നിന്നാണ് ഖുർആൻ ഇല്ലാതെയായത്, ഉയർത്തപ്പെട്ടത്. കൽബിൽ നിന്നാണ് ബൈബിൾ ഇല്ലാതെയായത്. തീർച്ചയായിട്ടും അപ്പോഴാണ് ഇമാം മഹദി വരല്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എല്ലാം ഉള്ളിലാണെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കൽബിൽ പോലും ദിക്റില്ല എന്നുള്ളതാണ്. ഇവിടെ അത് അസ്തമിച്ചിരിക്കുന്നു. അപ്പൊ അവരുടെ ഉള്ളിലുള്ളത് എന്താണ്? പിശാചാണ്, അല്ലാതെ ഒന്നുമല്ല. നമുക്കറിയാം, ആദം സഫിയുള്ള ഇവിടെ കൊണ്ടുവന്നത് കൽബിന്റെ ഇൽമാണ്. കൽബിനെ ഹയാത്താക്കിക്കൊണ്ടാണ് ആദം നബി തന്നെ വന്നത്. അപ്പൊ ജസ്റ്റ് ആദമിന്റെ ഉമ്മത്താകണമെങ്കിൽ, ആദമിന്റെ തലത്തിലാകണമെങ്കിൽ, ഉള്ളിൽ ആദമിന്റെ തലമെങ്കിലും ആകണമെങ്കിൽ കൽബെങ്കിലും ഉണരണം. അതുപോലും ഇല്ലാത്തവരാണ് ഈ ഇരുന്നു കൊണ്ട് ഈ ഷോ പറയുന്നത്. ഇവരിൽ പല തരക്കാരും ഉണ്ടാകാം. ഇവരിൽ ഒരു വിഭാഗത്തെ നമ്മൾ സാമ്പത്തിക തട്ടിപ്പിന്റെ വിഭാഗമായി എടുക്കാം. സാമ്പത്തിക തട്ടിപ്പിനുമായി മാത്രമുള്ള, ഭൗതികത നേടാൻ വേണ്ടി മാത്രമുള്ള ആത്മീയ വേജന്മാർ ഇവിടെ ഉണ്ട്. അടുത്ത ആളുകളെ എടുക്കുമ്പോൾ നമുക്കുള്ളത് സാമ്പത്തികത്തിനേക്കാളും ഏറ്റവും വലിയ അഹന്തയും ഷോയും ഒക്കെ കിട്ടൽ വലയങ്ങളാണ്. അതായത് ഇവർക്ക് ചുറ്റും കുറച്ച് മുരീദുകളൊക്കെ ഉണ്ടാകുന്നത് ഇവർക്ക് ഒരു വലയമാണ്. ഇവര് മുഹമ്മദ് നബി ഇല്ല, മഹദി ഇല്ല എന്നൊക്കെയുള്ള അസംബന്ധങ്ങളും പൈശാചികതയും വിളിച്ചു പറയുന്ന ഇവർക്ക് ചുറ്റും കുറച്ച് മുരീദുകൾ, ശിഷ്യന്മാരൊക്കെ ആക്കി വെക്കും. അവരെന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള, കൽബിൽ ദിക്ർ പോലും ഇല്ലാത്ത ഈ ജാഹിലീങ്ങളായിട്ടുള്ള ഷെയ്ഖുമാർ. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ചിലപ്പോൾ അൻഫാസിന്റെ ദിക്ർ ഉണ്ടായിരിക്കും. അതായത് നഫ്സിനെ ശുദ്ധമാക്കാനുള്ളതാണ് അൻഫാസിന്റെ ദിക്ർ. അതിൽ തന്നെ എല്ലാം എന്ന് ഇവർ വിചാരിക്കും.
നബി പറയുന്നുണ്ട്, സ്വർഗത്തിലെ ഒരു തലത്തിലുള്ളവർ വിചാരിക്കും ഞങ്ങളാണ് ഏറ്റവും മുകളിൽ നിന്ന്, എന്നാൽ അതിനപ്പുറത്തും തലമുണ്ട്. ഇതേപോലെ തന്നെയാണ് ആത്മീയതയും. ഇവർ വിചാരിക്കുന്ന നഫ്സിന്റെ ഈ തലം കിട്ടിയപാട് ഞങ്ങളെല്ലാമായി എന്നാണ്. അതും ഏറ്റവും പെർഫെക്റ്റ് ആയവരൊക്കെ വളരെ കുറവാണ്, നഫ്സിന്റെ ദിക്ർ തന്നെ. എന്നാൽ ഈ നഫ്സിന്റെ തലത്തിൽ തന്നെ ഞങ്ങളെല്ലാമായി, ഇതിനപ്പുറം ഒന്നുമില്ല എന്നുള്ള അഹന്ത അവരെ പിടികൂടും. അടുത്ത ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അടക്കമുണ്ട് സ്വയം അള്ളാഹു എന്ന് പറയുന്നവർ വരെ ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് തീർച്ചയായിട്ടും വിവരമില്ലായ്മയിൽ നിൽക്കുന്നവർ, അവരുടെ അജ്ഞത മൂലം സാധാരണക്കാരൊക്കെ ശരിയാണ്, ഇത് ഉന്നതമായ ആശയമാണെന്നൊക്കെ വിചാരിക്കും. എത്രമാത്രം വിഡ്ഢിത്തമാണത്. യഥാർത്ഥത്തിൽ അവരുടെ നെഫ്സ് പോലും ശുദ്ധമായിട്ടുണ്ടാകില്ല. അവരുടെ പിശാചായിരിക്കും, അവരുടെ നെഫ്സ് പോലും അമ്മാറത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ, ചിലവരാകട്ടെ നെഫ്സിന്റെ ചില അനുഭവങ്ങൾ, നെഫ്സിന്റെ ചില അനുഭവ തലത്തിൽ, നെഫ്സിന്റെ തലത്തിലുള്ള ചില ഇതിൽ എത്തിയിട്ടുണ്ടാകും. അത് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്താൽ മുതൽ സാധനകൾ ചെയ്താൽ വരെ ചില അനുഭവങ്ങൾ കിട്ടും. ചില ഭക്ഷണങ്ങൾ നിയന്ത്രിച്ച് സാധനങ്ങൾ ചെയ്താൽ വരെ ശൂന്യമായിട്ടുള്ള മനസ്സിന്റെ, ഉപബോധ മനസ്സിന്റെ, നെഫ്സിന്റെ ഒക്കെ പല തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടും. ഇത് തന്നെയാണ് ലയനം, നിങ്ങൾ അള്ളാഹുവായി എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ പറ്റിച്ചിരിക്കുന്ന. അവർക്കും അറിയില്ല, ചിലവരാകട്ടെ അങ്ങനെയാണെന്ന് അവർക്ക് തോന്നിയതാവും, ആ തലത്തിൽ നിന്ന് സ്റ്റോപ്പ് ആയതാവും. ഇങ്ങനെ സ്വയം അള്ളാഹു ആണെന്ന് പറഞ്ഞിരിക്കുന്ന എന്ന ഒരു തലവും ഇല്ലാത്തവരുണ്ട്. ചില ശൈഖുമാരാകട്ടെ അവർ സ്വയം മഹദി ആയിരിക്കും, സ്വയം റസൂലുള്ളായിരിക്കും. ശിഷ്യന്മാരോട് രഹസ്യമായിട്ടൊക്കെ സ്വയം അള്ളാഹുവായിട്ടും സ്വയം മഹദിയായിട്ടും സ്വയം റസൂലുള്ളായിട്ടും പറയാറുണ്ട്. ഇതും ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, ലോകത്ത് നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഉന്നതമായിട്ടുള്ള ധാത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരല്. ഇതൊരു പച്ചയായിട്ടുള്ള സത്യമാണ്. അപ്പോൾ ചെറിയൊരു തലം, ഇന്നത്തെ കാലത്താണെങ്കിൽ ഈ ലോകാവസാന കാലത്ത് ലോകം അതിന്റെ ആത്യന്തികതയിലേക്ക് പോകുന്ന കാലത്ത് കൽബിന്റെ ദിക്ർ പോലുള്ളവരുള്ള ശൈഖുമാർ ഇവിടെ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥം. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വരെ ഇവർ എന്തൊക്കെ വിഡ്ഢിത്തമാണ് പറയുന്നത്. അപ്പൊ ലോകത്ത് അത്രയും മഹാ-ഉന്നതമായ ധാത്തുകൾ ഇറങ്ങി വരില്ല അന്നേരമാണ്. മുഹമ്മദ് റസൂലുള്ള ഒന്നേ ഉള്ളൂ, അതുപോലെ തന്നെ മഹദി ഒന്നേ ഉണ്ടാവുള്ളൂ, യേശു ഒന്നേ ഉണ്ടാവുള്ളൂ. അതൊക്കെ നൂറ്റാണ്ടുകൾക്കിടയിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഉന്നതമായ പ്രതിഭാസമാണ്. എന്നാൽ ഒന്നുമില്ലാതെ ഉള്ളിൽ പിശാചിനെ വെച്ചുകൊണ്ട് വരെ ഇവർ ഇതാണെന്ന് വാദിക്കും. എന്നാൽ ചിലവരാകട്ടെ ചെറിയൊരു നെഫ്സിന്റെ തലമൊക്കെ അവർക്ക് ഉണ്ടാവും, ഇത് വെച്ചുകൊണ്ട് ഇവർ ഇതാണെന്ന് പറയും. അത് അവരുടെ വിഡ്ഢിത്തവും പൈശാചികതയും അല്ലാതെ മറ്റൊന്നും. സുഹൃത്തുക്കളെ, മഹദി തന്നെ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ ഇരുന്ന് കൽബിന്റെ ദിക്ർ പോലും ഇല്ലാതെ, കൽബിന്റെ ദിക്ർ പോലും ഇന്ന് അസ്തമിച്ചിരിക്കുന്നു. അതുപോലും ഇല്ലാതെ കൽബിൽ പോലും ദൈവത്തിന്റെ നൂറ്, അള്ളാഹുവിന്റെ നൂറ് പ്രവേശിക്കാതെ സ്വയം അള്ളാഹു ആണെന്നും സ്വയം റസൂലുള്ളാഹിയാണെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നവരെ പറ്റി പറഞ്ഞു. ഇനി വേറെ ഒരു വിഭാഗം കേരളത്തിൽ സ്വയം സൂഫികളാണെന്ന് പറഞ്ഞു നടക്കുന്ന, സൂഫി പ്രസംഗങ്ങൾ നടത്തുന്ന, സൂഫി എഴുത്തുകൾ എന്ന് പറഞ്ഞ് എഴുതുന്ന, അതുപോലെ തന്നെ റൂമിയൊക്കെ തർജ്ജമയൊക്കെ ചെയ്ത് ക്യാഷൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. ഇവരൊക്കെ കാപട്യത്തിന്റെ, സ്നേഹത്തിന്റെ സ്വരൂപർ എന്ന് സമൂഹത്തിൽ ചമഞ്ഞുകൊണ്ട് പല വാചക കസർത്തുകളും നടത്താറുണ്ട്. തന്ത്രത്തിൽ വീഴുന്നവർ അതിലൊക്കെ വീണു പോകാറുണ്ട്. അവർ വെറുതെ സ്നേഹത്തിന്റെ വാചകങ്ങൾ അടിക്കാറുണ്ട്. എന്നാൽ ഇവരുടെ ഉള്ളിലൊന്നും ഇവർ യഥാർത്ഥ അന്വേഷികൾ പോലുമല്ല. അവർക്ക് ആ തലത്തിൽ നിന്ന് എ സിയിൽ ഇരുന്ന്, ഇവരെ വേണമെങ്കിൽ VIP സൂപ്പികൾ എന്ന് പറയാം, എ സിയിൽ ഇരുന്ന് ആ സേഫ്റ്റിയിൽ ഇങ്ങനെ പോകണം എന്നുള്ളവരാണ്. അവർ യഥാർത്ഥ അന്വേഷികളല്ല, അവരുടെ കൽബിൽ നൂറില്ല, അവർ ദൈവികത അന്വേഷിക്കുന്നുമില്ല. അന്വേഷിക്കുന്നവർക്കല്ലേ കിട്ടല്. അവരെല്ലാം തികഞ്ഞു, ദൈവത്തിൽ ലയിച്ചു എന്നൊക്കെ അവരുടെ അടുത്താൽ അറിയാം, അവരുടെ നെഫ്സ് പോലും അമ്മാറത്താണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോഴൊക്കെ ഇവിടെ കളത്തിലിറങ്ങുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൂഫി. അവിടുന്ന് ഇവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ചുറ്റും കൂടിയവരൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ലോകത്തിന്റെ എതിർപ്പുകളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ കപട സ്നേഹം പറയുന്നവരെ പോലെയല്ല. യഥാർത്ഥ സ്നേഹത്തിന്റെ വാഹകർ ഹക്കിന്റെ വാഹകരാകും, സത്യം വിളിച്ചു പറയും. അവർ ലോകത്തിന് എതിർപ്പുകൾ ഏറ്റുവാങ്ങും, അവർ യഥാർത്ഥത്തിന് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇവിടെ അവസാന കാലം അടുത്തു, എല്ലാം കഴിയാറായി, അന്ധതയായിരിക്കുന്നു, കലിയുഗമായിരിക്കുന്നു, ഖിയാമത്തടക്കാനായി എന്നൊക്കെ എല്ലാ വിഭാഗത്തിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറയുന്നു. തീർച്ചയായിട്ടും ശരിയാണ്. ഇവിടെ അന്ധതയായിരിക്കുന്നു. കാരണം ഹൃദയത്തിൽ പോലും, ആത്മഹൃദയത്തിൽ പോലും ദൈവത്തിന്റെ പ്രകാശമില്ല. ഇതില്ലാതെ ഇവിടെ അസംബന്ധങ്ങൾ പറഞ്ഞിരിക്കുന്ന ഗുരുക്കന്മാരാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭഗവാൻ കൽക്കി, ഇമാം മഹദി വന്നിരിക്കണം. എങ്ങനെയാണ് അവർ വരില്ല? ഇവിടുത്തെ ആത്മീയതയൊക്കെ യഥാർത്ഥത്തിൽ ഇതൊക്കെ രഹസ്യമാണെന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാർക്കൊക്കെ കഷ്ണമൊക്കെ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിലൊന്നും സമഗ്രതയും സമ്പൂർണതയും ഒന്നുമില്ല. കാരണം എല്ലാം മാഴം കലർന്നിരിക്കുന്നു. അപ്പോൾ അതിനെയൊക്കെ ശരിയാക്കിക്കൊണ്ട് യഥാർത്ഥ ആത്മീയത എങ്ങനെയാണെന്ന് വിശദീകരിച്ചുകൊണ്ട്, മാത്രമല്ല ദിക്ർ പോലും അസ്തമിച്ച ഇവിടെ കൽബിലേക്ക് ദിവ്യപ്രഭ, ദൈവത്തിന്റെ നൂറ് പ്രവേശിപ്പിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള തലത്തിലേക്കും ആത്മാവിനെ ഉണർത്താനും അതിനപ്പുറമുള്ള എല്ലാ തലങ്ങളെയും ഉണർത്താനും അള്ളാഹുവിനെ കരസ്ഥമാക്കി കൊടുക്കാനും അതിന്റെ ആത്മാക്കളെ ആകർഷിക്കാനുമായിക്കൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇമാമി മുബീൻ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി വന്നിരിക്കുന്നു. അദ്ദേഹം ജാതി മത ദേശ വ്യത്യാസമില്ലാതെ മാനവരാശിയെ അഭിസംബോധന ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ദിക്റെ കൽബ് കൊടുത്തു. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് ആളുകളുടെ കൽബ് ഹയാത്താക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഈ ആത്മീയതൊക്കെ ഇവിടെ അസ്തമിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവസാന കാലത്ത് വലിയ ഉന്നത ദാത്താണ്, ഉന്നതമായിട്ടുള്ള ഒരു ദാത്താണ്. റസൂലുള്ള വന്ന പോലെയുള്ള വരവാണ് തീർച്ചയായിട്ടും വരല്. അപ്പോൾ തീർച്ചയായിട്ടും ആത്മീയതക്കപ്പുറവുമുള്ള ഇഷ്കുമായിട്ടാണ് വരല്. ഇവിടെയുള്ള എല്ലാ അടിത്തറയും ശരിയാക്കും. ആദ്യമായി ശരിയാക്കേണ്ടത് ആത്മീയ അടിത്തറയാണ്, പിന്നെയാണ് ബാക്കിയെല്ലാം സംഭവിക്കലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രതിനിധി സയ്യിദ് യൂനുസ് അൽ ഗോഹർ, റസൂലുള്ളാഹിക്ക് അടിയാറ് പോലെ അദ്ദേഹത്തിന്റെ പ്രതിനിധി സയ്യിദ് യൂനുസ് അൽ ഗോഹർ ലോകത്തോട് അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. മാനവരാശിയോട്, എല്ലാ ജനങ്ങളോടും അഭിസംബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഉന്നതമായിട്ടുള്ള ആന്തരികതയുമായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, അടുത്ത വീഡിയോയിൽ സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയെ പറ്റി, ഇമാം മഹദിയെ പറ്റി കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും